സിപിഐക്കെതിരെ ആഞ്ഞടിച്ച് സിപിഎം പാലക്കാട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എസ് അജയകുമാർ. ബിനോയ് വിശ്വം ഒരു നാലാംകട രാഷ്ട്രീയക്കാരനെ പോലെയാണ് പെരുമാറുന്നത്. തോറ്റാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം സിപിഎമ്മിനും, ജയിച്ചാൽ ക്രെഡിറ്റ് മുഴുവൻ സിപിഐക്കുമാണ് എന്നതാണ് അവരുടെ സമീപനം. ഉത്തരം താങ്ങുന്നത് പല്ലിയാണ് എന്ന പല്ലിയുടെ മാനസികാവസ്ഥയാണ് സിപിഐക്കാർക്കുള്ളതെന്നും അജയകുമാർ പരിഹസിച്ചു. ദീർഘകാലമായി സിപിഎം സിപിഐ പോര് നടക്കുന്ന പാലക്കാട് മണ്ണൂരിൽ നടന്ന പൊതുയോഗത്തിലാണ് അജയകുമാറിന്റെ വിമർശനം. ജയിച്ചാൽ അതിൻ്റെ ക്രെഡിറ്റ് അവകാശപ്പെടുന്നവരുമായ ഒരു പ്രത്യേകതരം സ്വഭാവമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമായി CPI മാറി. ഉത്തരം താങ്ങുന്നത് പല്ലിയാണ് എന്ന പല്ലിയുടെ മാനസികാവസ്ഥയാണ് CPIക്കാർക്കുള്ളത്. ഉത്തരം ഇങ്ങനെ അതിൻ്റെ അടി നിൽക്കുമ്പോൾ ഞാൻ ഉണ്ടാവുകൊണ്ടാണ് ഇത് താങ്ങുന്നത്. കേവലം 5% വോട്ട് മാത്രമാണ് ഈ കേരളത്തിൽ നിങ്ങൾക്കുള്ള ഒരു മണ്ഡലത്തിലും ഒറ്റയ്ക്ക് നിന്ന് ജയിക്കാൻ കെൽപ്പുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ല CPI. മനോരമയിൽ മാതൃഭൂമിയിൽ വാർത്ത വരാൻ വേണ്ടി CPM-നെതിരായി എന്തെങ്കിലും പറയുന്നത് ബിനോയ് വിശ്വം ഒരു കലയാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഏതെങ്കിലും ഒരു കോളേജിൽ ഒരു അടി നടന്നാൽ അതിലൊരു ഭാഗത്ത് SFI ഉണ്ടായാൽ അതിൻ്റെ കാര്യകാരണം എന്താണെന്ന് മനസ്സിലാക്കാതെ ഒരു നാലാംകട രാഷ്ട്രീയ നേതാവിനെ പോലെയാണ് ബിനോയ് വിശ്വം പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. എസ് അജയകുമാറിന്റെ വിമർശനത്തോട് രൂക്ഷമായി പ്രതികരിച്ച CPI പാലക്കാട് ജില്ലാ സെക്രട്ടറി സുമലത മോഹൻദാസ്. അജയകുമാറിന് മാനസിക വിഭ്രാന്തിയാണ്. അജയകുമാറിനെ CPM ജില്ലാ നേതൃത്വം തിരുത്തുകയും നിയന്ത്രിക്കുകയും വേണം. ബിനോയ് വിശ്വം രാജ്യത്തറിയപ്പെടുന്ന നേതാവാണ്. പ്രാദേശിക പ്രശ്നത്തിന് സംസ്ഥാന സെക്രട്ടറിയെ അപമാനിച്ച് സംസാരിച്ചത് നിലവാരമില്ലായ്മയാണെന്നും സുമലത മോഹൻദാസ് തുറന്നടിച്ചു. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ കേരളത്തിലെ ഞങ്ങൾക്കെല്ലാവർക്കും പ്രിയങ്കരനായിട്ടുള്ള സഖാവ് ബിനോയ് വിശ്വത്തിന് ഈ കേരള സമൂഹത്തിൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അത് സഖാവ് അജയകുമാറിനെ തിരുത്തേണ്ടത് CPIM-ൻ്റെ ജില്ലാ നേതൃത്വമാണ്. ഇത്തരത്തിലുള്ള ഒരു നിലപാടുമായി സഖാവ് അജയകുമാർ ഒരിക്കലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തകർക്കുന്ന നിലപാടാണ് ആ ഒരു പ്രസ്താവനയിലൂടെ ഇറക്കിയിട്ടുള്ളത്. വളരെ നിലവാരം കുറഞ്ഞ ഭാഷയാണ് അദ്ദേഹം ഉപയോഗിച്ചത്. ആണ് ഞാൻ പറഞ്ഞത്, അദ്ദേഹത്തിന് മാനസിക വിഭ്രാന്തിയുടെ അവരാണ് തിരുത്തേണ്ടത്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ കൂറ്റൻ ഫ്ലക്സ് ബോർഡ്. സെക്രട്ടേറിയറ്റ് അസോസിയേഷനാണ് ബോർഡ് വെച്ചത്. പേടിച്ചു പോയെന്ന് പറഞ്ഞേക്ക് എന്നാണ് ഫ്ലക്സിലെ വാചകം. പുനർജനി കേസിൽ CBI അന്വേഷണത്തിന് ഉള്ള വിജിലൻസ് ശുപാർശയെ പരിഹസിച്ച VD സതീശൻ താൻ പേടിച്ചു പോയെന്ന് പറഞ്ഞേക്ക് എന്ന് പ്രതികരിച്ചിരുന്നു. തൃശൂർ മറ്റത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച് കോൺഗ്രസ് അംഗം നൂർജഹാൻ. BJP പിന്തുണയോടെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച് വിജയിച്ചത് വിവാദമായ സാഹചര്യത്തിലാണ് രാജി. പഞ്ചായത്ത് സെക്രട്ടറിക്ക് രാജിക്കത്ത് കൈമാറി. കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ നൂർജഹാൻ രാജി പ്രഖ്യാപിച്ചിരുന്നു. KPCC ഇടപെട്ടാണ് മറ്റത്തൂരിൽ സമവായം